കേരള നിയമസഭയിൽ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലുണ്ടായ വാഗ്വാദം നിങ്ങളും കണ്ടുകാണും. ഇതിനിടെ ലോകമഹായുദ്ധത്തെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായി. സാധാരണ പ്രാദേശിക രാഷ്ട്രീയവും ചിലപ്പോഴൊക്കെ ദേശീയ രാഷ്ട്രീയവും പരമാവധി മിഡിൽ ഈസ്റ്റിലെ സംഭവങ്ങളുമൊക്കെയാണ് കേരള നിയമസഭയിലെ പരാമർശങ്ങളായി വരാറുള്ളതെങ്കിൽ ഇത്തവണ നയപ്രഖ്യാപന ചർച്ചയിൽ അതൊക്കെ കടന്ന് രണ്ടാം ലോക മഹായുദ്ധവും ഹിറ്റ്ലറും സ്റ്റാലിനും ഒക്കെയാണ് മാറ്റുരച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് 1939 അന്നത്തെ ജർമ്മനിയും റഷ്യയും തമ്മിലുണ്ടായ സമാധാന കരാർ എടുത്തിട്ട് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ ഉടമ്പടി ഉണ്ടായിരുന്നു എന്ന് വെടിപൊട്ടിച്ചത്. അതിലൂടെ സ്റ്റാലിൻ പ്രതിനിധാനം ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും ഹിറ്റ്ലർ മുന്നോട്ട് വെച്ച വംശഹത്യയിലൂന്നിയ നാസിസവും ഒരേ സഖ്യമായി വർത്തിച്ചവരാണെന്ന് സ്ഥാപിക്കുകയായിരുന്നു വി.ഡി. സതീശന്റെ പ്രധാന ലക്ഷ്യം. എന്നാൽ മറുപടിയുമായി എഴുന്നേറ്റ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പ്രതിരോധം തീർത്തും ദുർബലമായിരുന്നു. അക്കാലത്ത് സോവിയറ്റ് യൂണിയൻ പ്രാരംഭഘട്ടത്തിലായിരുന്നുവെന്നും ജർമ്മനിയെ എതിർക്കാൻ തക്ക ശക്തിയില്ലാത്തവരായിരുന്നുവെന്നും അതുകൊണ്ടാണ് ആദ്യം ഒരു സന്ധി ഉണ്ടാക്കി ആ സമയം കൊണ്ട് ശക്തിയാർജിച്ച ശേഷം പിന്നീടുള്ള യുദ്ധത്തിൽ തോൽപ്പിച്ചതെന്നും ഒക്കെയാണ് പിണറായി പറയാൻ ശ്രമിച്ചതെങ്കിലും വസ്തുതാപരമായും യുക്തിപരമായും ഒരുപാട് ദുർബലമായിരുന്നു ആ വാദവും വ്യാഖ്യാനവും. വി.ഡി. സതീശനെ പോലെയുള്ള ഒരാൾ ഇത്തരം ദുർബലമായ പ്രതിവാദങ്ങൾ കിട്ടിയാൽ പിന്നെ അടിച്ചു തകർക്കലാണ് പതിവ്. പണ്ട് ലോട്ടറി ഡിബേറ്റിൽ തോമസ് ഐസക്കിനെ മലർത്തിയടിച്ചതെല്ലാം അത്തരം അവസരങ്ങളുടെ കൃത്യമായ എക്സിക്യൂഷനിലൂടെ ആയിരുന്നു. ഇത്തവണയും മാറ്റമൊന്നും ഉണ്ടായില്ല. സതീശൻ പിണറായി വിജയന്റെ വാദത്തെ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. കൂടെ ബോണസായി 1948 കൽക്കട്ട തിസീസ് എടുത്തിട്ടതോടെ CPM-ന്റെ സകല പ്രതിരോധവും പൊളിഞ്ഞ് അക്ഷരാർത്ഥത്തിൽ വിവസ്ത്രരായി നിൽക്കുന്ന അവസ്ഥയായി. എന്നാൽ സത്യത്തിൽ നിയമസഭയിൽ കണ്ടത് സതീശൻ പ്രതിപക്ഷത്തെ തേച്ചൊട്ടിച്ചതാണെങ്കിലും അത് ഉന്നയിക്കാൻ മാത്രം ചരിത്രബോധമുള്ളവർ ഇത്തവണ ഇടതുനിരയിൽ ഇല്ല എന്നതാണ് അടുത്ത 5 വർഷം CPM നേരിടാൻ പോകുന്ന പ്രധാന പ്രതിസന്ധി. പ്രത്യേകിച്ചും സ്പീക്കർ സ്ഥാനം മറുവശത്താണെന്നിരിക്കെ എന്താണ് സതീശന്റെ വാദങ്ങൾക്ക് മറുവാദമായി ഉയരേണ്ടിയിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. പിണറായി വിജയൻ പറഞ്ഞ പോലെ ഒരു അടവ് നയമായിരുന്നില്ല 1939 മൊളോട്ടോവ് റിബൻട്രോപ്പ് പാക്ട്. കിഴക്കൻ യൂറോപ്പിൽ തങ്ങളുടെ അധിനിവേശം ഉറപ്പിക്കാനും അവിടേക്ക് ജർമ്മനിയുടെ കടന്നുകയറ്റ ഭീഷണി ഒഴിവാക്കാനുമായി ചെയ്ത തന്ത്രപരമായ ഒരു സൈനിക നടപടിയായിരുന്നു അത്. തിരിച്ച് ജർമ്മനിക്കും പോളണ്ട് അധിനിവേശത്തിനുള്ള സഹായമായി ഈ ഉടമ്പടി. എന്നാൽ ആ ഉടമ്പടിയുടെ മാത്രം പിൻബലത്തിൽ സ്റ്റാലിൻ ഹിറ്റ്ലറുടെ നയങ്ങൾ അംഗീകരിച്ചുവെന്നോ പിന്തുണച്ചുവെന്നോ ഉള്ള വി.ഡി. സതീശന്റെ വ്യാഖ്യാനം ശരിയല്ല എന്നതാണ് ചരിത്ര സത്യം. 1945 ജർമ്മനിയുടെ പതനത്തിലേക്കും ഹിറ്റ്ലറുടെ ആത്മഹത്യയിലേക്കും നയിച്ച സംഭവങ്ങളുടെ പ്രധാന പങ്ക് റഷ്യൻ സൈന്യത്തിന്റെ മുന്നേറ്റത്തിനായിരുന്നു. ഫ്രാൻസും ബ്രിട്ടനും പോലും ജർമ്മനിയുടെ മുന്നിൽ കീഴടങ്ങിയപ്പോൾ അവരെ ആക്രമിക്കാനെത്തിയ ജർമ്മൻ പടയെ നേർക്കുനേർ നിന്ന് തടയുകയും പിന്നീട് തിരികെ ആക്രമിച്ച് ജർമ്മനിയുടെ തലസ്ഥാനം വരെ കീഴടക്കുകയും ചെയ്ത സ്റ്റാലിനെ ഏത് കാഴ്ചപ്പാടിലൂടെ നോക്കിയാലും ഹിറ്റ്ലറുമായി സന്ധി ചെയ്ത ആളെന്ന് പറയാനാവില്ല. പകരം ഹിറ്റ്ലറെയും നാസിസത്തെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയ നേതൃത്വം എന്ന വിശേഷണം തന്നെയാണ് സ്റ്റാലിന് ചേരുന്നത്. റഷ്യയുമായുള്ള പോരാട്ടം കനത്തതോടെ യൂറോപ്പിലെ മറ്റു ഭാഗങ്ങളിലെ സൈനികരെയും റഷ്യൻ യുദ്ധമുഖത്തേക്ക് പിൻവലിക്കേണ്ടി വന്നതോടെയാണ് ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെട്ട സഖ്യകക്ഷികൾക്ക് ഒന്ന് ശ്വാസം വിടാനായതും പതിയെ നഷ്ടമായ പ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാനായതും. എന്തായാലും ഇതാണ് ചരിത്രത്തിൽ സംഭവിച്ചത്. കേവലം ഒരു സൈനിക ഉടമ്പടിയുടെ പേരിൽ ഹിറ്റ്ലറും സ്റ്റാലിനും സമന്മാരാണെന്ന് വ്യാഖ്യാനിക്കാൻ സതീശനായത് നിയമസഭയിൽ കൃത്യമായി ഖണ്ഡിക്കാൻ കഴിവുള്ള പ്രതിപക്ഷ നിരയിലെ വാദങ്ങളുടെ അപര്യാപ്തത ഒന്നുകൊണ്ട് മാത്രമായിരുന്നു. ഇനി ഇതിനൊപ്പം സതീശന്റെ വാദങ്ങളുടെ മുനയൊടിക്കാൻ ഉന്നയിക്കാവുന്ന ഒരുപാട് വാദങ്ങൾ ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. അതിൽ പ്രധാനം കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു സമാന സ്വഭാവമുള്ള ഉടമ്പടി ചൈനയുമായി ഉണ്ടാക്കിയതാണ്. മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊലയും വംശഹത്യയും നടമാടുന്നതിനിടയിലാണ് നെഹ്റു അന്നത്തെ ചൈനീസ് പ്രീമിയറായ ചൗ എൻ ലാവുമായി പഞ്ചശീല തത്വ കരാറിൽ ഏർപ്പെട്ടത്. ശരിക്കും പരിശോധിച്ചാൽ സ്റ്റാലിൻ ഹിറ്റ്ലർ ഉടമ്പടി പോലെ തന്നെയായിരുന്നു ഇന്ത്യ ചൈന കരാറും. ഇനി ഈ കരാറിന്റെ അവസാനങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ഹിറ്റ്ലർ റഷ്യയെ ആക്രമിച്ചതോടെയാണ് 1939 കരാർ റദ്ദായതെങ്കിൽ 1959 ചൈനീസ് ഭരണകൂടത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ ദലൈലാമയ്ക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നൽകുകയും അതുകൂടാതെ ഹിമാചൽ പ്രദേശിലെ ധർമ്മസ്ഥലയിൽ വെച്ച് സെൻട്രൽ ടിബറ്റൻ അഡ്മിനിസ്ട്രേഷൻ ഓഫീസ് സ്ഥാപിക്കുകയും ചെയ്തതോടുകൂടിയാണ് 1954 കരാറിൽ കല്ലുകടി തുടങ്ങിയത്. പഞ്ചശീല തത്വത്തിന്റെ ഒന്നാമത്തെ തത്വം തന്നെ നെഹ്റു ലംഘിച്ചുവെന്ന് ചൈന ആരോപിച്ചു. ടിബറ്റ് ചൈനയുടെ ഭാഗമായിരിക്കെ അവിടുത്തെ പൊളിറ്റിക്കൽ നേതാവിന് അഭയം നൽകിയത് യാതൊരു തരത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ചൈന പ്രഖ്യാപിച്ചു. തുടർന്ന് ടിബറ്റിന്റെ ഭാഗമെന്ന് ചൈനയും കാശ്മീരിന്റെ ഭാഗമെന്ന് ഇന്ത്യയും പ്രഖ്യാപിച്ച അക്സായ് ചിൻ
ചൈന യുദ്ധത്തിലൂടെ പിടിച്ചെടുക്കുകയും അരുണാചൽ പ്രദേശിന്റെ പല ഭാഗങ്ങളും കൈവശപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് വീണ്ടും ആദ്യത്തെ വിഷയത്തിലേക്ക് തന്നെ വരാം. കേവലം ഒരു സൈനിക ഉടമ്പടിയുടെ പേരിൽ ഹിറ്റ്ലറുടെ വംശഹത്യക്ക് സ്റ്റാലിന്റെ പങ്ക് പറയാമെങ്കിൽ മാവോയുടെ നേതൃത്വത്തിൽ നടന്ന കൂട്ടക്കൊലകൾക്ക് പഞ്ചശീല തത്വങ്ങളിലൂടെ നെഹ്റുവിന്റെ പങ്കും പറയേണ്ടി വരും. നെഹ്റുവിയൻ ലെഫ്റ്റ് എന്ന് പറയുന്ന സതീശന്റെ വാദങ്ങൾക്ക് മറുവാദമുയർത്താവുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടും നിശബ്ദമാകേണ്ടി വന്ന പ്രതിപക്ഷ നിരയുടെ ദയനീയത അടുത്ത 5 വർഷത്തേക്കുള്ള സൂചനയാണെങ്കിൽ ഇത്തരം വിഷയങ്ങൾ ഇനിയും ഒരുപാട് സഭയിൽ ഉയർന്നു വരാൻ ഇടയുണ്ട്.